പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയതിലേക്ക് സ്വാഗതം. യൂണിവേഴ്സിറ്റി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് കോളേജുകളിലേക്കുള്ള ഡിഗ്രി പ്രവേശനത്തിന്റെ ഭാഗമായുള്ള തേർഡ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ തേർഡ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ സംബന്ധമായി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് തന്നെ പോകാം. ആദ്യമായി ഡിജിറ്റൽ കാണുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായും അടിക്കേണ്ട മറക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വളരെ പ്രധാനമായി നോക്കാം. യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിന്റെ ഭാഗമായുള്ള തേർഡ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. നമുക്ക് അഡ്മിഷൻ സംബന്ധമായ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കാം. ബിരുദം ഏകജാലക 2026 അലോട്ട്മെന്റ് നിർദ്ദേശങ്ങൾ. വിദ്യാർത്ഥികൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ. അപേക്ഷാ നമ്പർ, ആപ്ലിക്കേഷൻ നമ്പർ, യൂസർ ഐ ഡി ഉപയോഗിച്ച് നിങ്ങളുടെ ക്യാപ്പ് അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുക. ഒന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളുടെ ഓപ്ഷനുകൾക്കെതിരെ ഏതെങ്കിലും കോളേജുകൾ വില്ലിനെസ് ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇത്ര കോളേജുകൾ 10 കോളേജ് അപേക്ഷിച്ച് കഴിഞ്ഞാൽ അതിലേതെങ്കിലുമൊക്കെ കോളേജുകൾ നിങ്ങൾക്ക് നേരെ വില്ലിനെസ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കാം. ലഭ്യമായ വില്ലിനെസ്സുകളിൽ ഏറ്റവും അഭികാമ്യമായ കോളേജ് പ്രോഗ്രാം കോമ്പിനേഷൻ വില്ലിനെസ് ശ്രദ്ധാപൂർവം സ്വീകരിക്കുക. അതായത് നിങ്ങൾക്ക് ഒരു 10 കോളേജ് നിങ്ങൾ അപ്ലൈ ചെയ്തു, 5 കോളേജിൽ നിന്നാണ് വില്ലിനെസ് വന്നെങ്കിൽ നിങ്ങൾക്ക് ആ 5 എണ്ണത്തിൽ നിന്നും ഏറ്റവും അനുയോജ്യമായത് ചൂസ് ചെയ്യുക. യൂണിവേഴ്സിറ്റിക്ക് അടയ്ക്കേണ്ട ഫീസ് ഓൺലൈനായി അടയ്ക്കുക. യൂണിവേഴ്സിറ്റിക്ക് അടയ്ക്കേണ്ട ഫീസ് എന്ത് ചെയ്യണം? നിശ്ചിത ക്രമത്തിൽ ഓൺലൈനായി അടയ്ക്കുക. ജനറൽ വിഭാഗത്തിന് 965 രൂപയും ജനറൽ വിഭാഗത്തിന് 1695 രൂപയും SC/ST വിഭാഗത്തിന് 50 രൂപയാണ്. ജനറൽ വിഭാഗത്തിന് 1695 SC/ST വിഭാഗത്തിന് 50 രൂപയാണ് അടയ്ക്കേണ്ടത്. ശേഷം അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യുക. പ്രവേശനം ആവശ്യമായ അസൽ രേഖകൾ, ഒറിജിനൽ ഡോക്യുമെന്റ്സുമായി അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ ഹാജരാവുക. പ്രവേശന നടപടികൾ പൂർത്തിയാക്കി കോളേജിൽ നിന്നും സ്ഥിരീകരണ സ്ലിപ്പ് കൺഫർമേഷൻ സ്ലിപ്പ് കൈപ്പറ്റുക. നിങ്ങൾ പ്രവേശന നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കോളേജിൽ നിന്നും കൺഫർമേഷൻ സ്ലിപ്പ് വാങ്ങണം. ഇനി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളോട് നോക്കാം. താൽക്കാലിക പ്രവേശനത്തിന് യാതൊരു സംവിധാനവും ഉണ്ടായിരിക്കുന്നതല്ല. പെർമനൻ്റ് ടെമ്പററി അഡ്മിഷൻ്റെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ ഇല്ല. എല്ലാ പ്രവേശനവും സ്ഥിര പ്രവേശനമായിരിക്കണം. എല്ലാ പ്രവേശനവും എന്തായിരിക്കും? സ്ഥിര പ്രവേശനമായിരിക്കും. കോളേജിൽ രേഖപ്പെടുത്തുന്ന വില്ലിനെസ് 24 മണിക്കൂർ മാത്രമേ സജീവമായിരിക്കുകയുള്ളൂ. അതിനാൽ ഏറ്റവും അഭികാമ്യമായ ഓപ്ഷനിലെ വില്ലിനെസ് 24 മണിക്കൂറിനുള്ളിൽ സ്വീകരിക്കേണ്ടതാണ്. ഒരു കോളേജ് നിങ്ങളുടെ ഓപ്ഷന് നേരെ ഒരു വില്ലിനെസ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ആ വില്ലിനെസ്സിന് 24 hours 24 മണിക്കൂർ മാത്രമേ അതിന് കാലാവധി ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ ശേഷം ആ വില്ലിനെസ് ക്യാൻസൽ ആവും. അപ്പം നിങ്ങൾക്കൊരു 10 കോളേജ് അപേക്ഷിച്ചു 5 കോളേജിൽ നിന്നും നിങ്ങൾക്ക് വില്ലിനെസ് വന്നാൽ അതിലൊരെണ്ണം നിങ്ങൾ 24 മണിക്കൂറിനകം ചൂസ് ചെയ്യേണ്ടതാണ്. യൂണിവേഴ്സിറ്റി ഫീസ് അടച്ച് അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് വിദ്യാർത്ഥികൾ ഇതിന് മുമ്പുള്ള നിർദ്ദേശങ്ങളാണ്. എന്താണ് ഇവിടെ പറയുന്ന ഡേറ്റ് എന്ന് പറയുന്നത്? നോക്കിയോ. ഓക്കെ, ജൂലൈ 9 നിങ്ങൾ എന്ത് ചെയ്യേണ്ടതാണ്? പ്രവേശനം. നിങ്ങൾ ഈ ഭാഗത്തുള്ള ഇത്രയും നിർദ്ദേശങ്ങൾ ആ ഭാഗത്തേക്കുള്ള അടിയത്തുള്ള അത് അപ്ഡേറ്റ് ആയിട്ടില്ല. ജൂലൈ 30 അപ്ഡേറ്റ് ആയിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അവിടെ നിങ്ങൾ നോക്കണ്ട. ഇവിടെ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ജൂലൈ 9 നിങ്ങൾ അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ പ്രവേശനം നേടേണ്ടതാണ്. മൂന്നാം അലോട്ട്മെന്റ് ലഭിച്ചവർ ജൂലൈ 9 4 മണിക്ക് മുമ്പായി പ്രവേശനമാണ്. നിങ്ങളെ താഴത്തെ നോക്കുക വേണ്ട. ജൂലൈ 9 പ്രവേശനം നേടണം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നുണ്ട്.